നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിൽ ഏവരെയും ഞെട്ടലിലാഴ്ത്തി ശക്തമായ ആക്രമണം നടന്നതായി റിപ്പോർട്ടുകൾ. മിസൈൽ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റതായി അധികൃതർ അറിയിച്ചു. ഇതിൽ ഇന്ത്യക്കാരനും ഉൾപ്പെടുന്നതായാണ് സൂചന. കാറുകളും വീടുകളും തകർന്നു. ഏറെ വർഷങ്ങളായി തുടരുന്ന സൗദി ഹൂത്തി യുദ്ധത്തിന്റെ തുടർച്ചയായിട്ടാണ് ആക്രമണം നടന്നത്. അതിർത്തിയിൽ ഇരുഭാഗവും ആക്രമണങ്ങൾ തുടരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനിയും ഇത്തരത്തിൽ മിസൈൽ ആക്രമണം സൈന്യം പ്രതീക്ഷിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു നാളുകളായി യമനിൽ സൗദി സഖ്യസേന ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. ഇതിനുള്ള തിരിച്ചടിയുടെ ഭാഗമായിട്ടാണ് സൗദിയിലേക്ക് വീണ്ടും ഹൂത്തികൾ ആക്രമണം നടത്തുന്നത്. 2014 തുടങ്ങിയ യുദ്ധം അവസാനിപ്പിക്കാൻ വിദേശ ഇടപെടലുകൾ നടക്കുന്നുണ്ടെങ്കിലും സമാധാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. സൗദിയിലെ ജീസാൻ നഗരത്തെ ലക്ഷ്യമിട്ടായിരുന്നു ഹൂത്തുകളുടെ ആക്രമണം നടന്നത്. 2 പേർ കൊല്ലപ്പെട്ടുവെന്ന് സൗദി സ്റ്റേറ്റ് മീഡിയ ആണ് റിപ്പോർട്ട് ചെയ്തത്. കൊല്ലപ്പെട്ടതിൽ ഒരാൾ സൗദിക്കാരനാണ്, മറ്റൊരാൾ യമൻ സ്വദേശിയാണ്. പരിക്കേറ്റവരിൽ 6 പേർ സൗദിക്കാരാണ്. ഇതിൽ ഒരു ഇന്ത്യക്കാരനുമുണ്ട്. ഇദ്ദേഹം ബംഗാളിൽ നിന്നുള്ള വ്യക്തിയാണെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം തന്നെ ആക്രമണത്തിൽ നിരവധി കാറുകൾ കത്തി നശിച്ചു, വീടുകൾ തകർന്നിട്ടുണ്ട്. ശക്തമായ ആക്രമണമാണ് ഹൂത്തികളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഹൂത്തികളെ സൗദി അറേബ്യ തീവ്രവാദ സംഘടനയായിട്ടാണ് ഇത് കരുതുന്നത്. ഇവരുടെ സൈനിക കേന്ദ്രങ്ങളിൽ സൗദി സഖ്യസേന കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയിരുന്നു. ഇതിനുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ ജീസാനിൽ ഉണ്ടായിരിക്കുന്നത്. ഇതുകൂടാതെ സൗദി സൈന്യം യമനിൽ നടത്തിയ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. ഒരു സ്ത്രീയും കുട്ടിയുമാണ് കൊല്ലപ്പെട്ടതെന്ന് ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള അൽ മസീറ ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. യമനിലെ അൽ മഹ്വിദ് ഗവർണറേറ്റിലായിരുന്നു ആക്രമണം. തൊട്ടു പിന്നാലെ സൗദിയിലെ നെജ്റാൻ ലക്ഷ്യമിട്ട് മിസൈലുകൾ എത്തിയിരുന്നു. അതേസമയം യമൻ തലസ്ഥാനമായ സെൻ ആയിൽ ഹൂത്തി സൈനികരുടെ ക്യാമ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ സൗദി സൈന്യം മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ഇതാണ് മേഖലയിൽ വീണ്ടും സംഘർഷ സാഹചര്യം ഉണ്ടാകാൻ കാരണമായി പറയുന്നത്. ഇപ്പോൾ ഇരുഭാഗത്തും ആക്രമണവും തിരിച്ചടിയും നടക്കുന്നു. അതിർത്തിയിലുള്ളവർ ജാഗ്രത പാലിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ജസാനിലെ സംത ഗവർണറേറ്റിലേക്കാണ് മിസൈലുകൾ വന്നതെന്നും യമനിൽ നിന്നാണ് മിസൈൽ ആക്രമണം ഉണ്ടായതെന്നും സിവിൽ ഡിഫൻസ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫീസ് വക്താവ് കേണൽ മുഹമ്മദ് അൽ ഹമ്മദ് പറഞ്ഞു. മേഖലയിൽ രക്ഷാപ്രവർത്തനത്തിന് ഉദ്യോഗസ്ഥരെ നിയമിച്ചെന്നും അദ്ദേഹം അറിയിച്ചു. ഒരു കച്ചവട സ്ഥാപനം പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിൽ ഒന്നാണ് യമൻ. ഇവിടെ 2014 സൈനിക അട്ടിമറി നടന്നത്. രാജ്യം ആഭ്യന്തര കലാപത്തിലേക്ക് നീങ്ങിയതോടെ ഹൂത്തികൾ അധികാരം പിടിക്കുകയായിരുന്നു. ഗോത്രങ്ങൾക്ക് സൈനിക ശക്തിയുള്ള രാജ്യമാണ് യമൻ. ആയുധങ്ങളുടെ ഉപയോഗം വ്യാപകമാണ്. ഹൂത്തികൾ അധികാരം പിടിച്ചതോടെ പ്രസിഡന്റ് സൗദിയിലേക്ക് നാടുവിടുകയായിരുന്നു. യമൻ സർക്കാരിനെ സഹായിക്കാനാണ് സൗദി സൈന്യം യമനിൽ ഇടപെട്ടത്. പിന്നീട് സൗദിയും ഹൂത്തികളും തമ്മിലായി യുദ്ധം. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോഴുണ്ടാകുന്ന ആക്രമണങ്ങൾ. സൗദിയിലെ പ്രധാന നഗരങ്ങളിലേക്ക് വരെ ഹൂത്തികളുടെ മിസൈലുകൾ എത്താറുണ്ട്. ഹൂത്തികൾക്ക് ഇറാന്റെ സഹായമുണ്ടെന്ന് സൗദി ആരോപിക്കുന്നു. ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ ഹൂത്തികൾക്ക് സാധിക്കുന്നത് ഇറാന്റെ സഹായമുള്ളതിനാലാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇക്കാര്യം ഇറാൻ നിഷേധിച്ചിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.